ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ഒരിടത്തും ആരാധനാലയ നിയമവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഫയലിൽ സ്വീകരിക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു. കേസ് തീർപ്പാക്കുന്നതുവരെ വിചാരണ കോടതികൾ ആരാധനാലയ നിയമവുമായി ബന്ധപ്പെട്ട അന്തിമ ഉത്തരവുകളോ സർവേ അനുമതിയോ നൽകരുതെന്നും നിർദ്ദേശമുണ്ട്. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, നിർണായകമായ ഒരു ഉത്തരവാണ് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പ്രത്യേകിച്ച് UP-യിലടക്കം അലഹബാദ് ഹൈക്കോടതിയിലടക്കം പല പള്ളികളുടെയും നിന്നിരുന്ന സ്ഥലത്ത്, പള്ളികളുടെ സ്ഥാനത്ത് മുമ്പ് ഹൈന്ദവ ദേവാലയങ്ങളായിരുന്നു എന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അടക്കം പരാതികൾ, പുതിയ ഹർജികളൊക്കെ വരുന്ന ഘട്ടത്തിലാണ് ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ. തീർച്ചയായിട്ടും ഗോകുൽ, കാരണം ഈ ആരാധനാലയ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഇത് പരിഗണിക്കുമ്പോൾ ആണ് സുപ്രീം കോടതി ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവ് നൽകുന്നത്. അതിൽ പറയുന്നത് സുപ്രീം കോടതി ഈ കേസ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിക്ക് മുൻപിലുള്ള കേസുകൾ തീർപ്പാക്കുന്നത് വരെ വിചാരണ കോടതികൾ ഈ ആരാധനാലയ നിയമവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അന്തിമ ഉത്തരവോ ഇടക്കാല ഉത്തരവോ പുറപ്പെടുവിക്കാൻ പാടില്ല. സർവേ നടപടികളുമായി മുന്നോട്ട് പോകരുത്, അത്തരം ഉത്തരവുകൾ നടത്തരുതെന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലവിൽ ഈ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇതൊരു സങ്കീർണമായ പ്രശ്നമാണ്. കാരണം ഈ ആരാധനാലയ നിയമത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ ഇതിനൊരു തീരുമാനത്തിലേക്ക് എത്താനാകൂ എന്നൊരു ആശങ്ക കൂടി ചീഫ് ജസ്റ്റിസ് പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഈ 2020 ആദ്യ ഹർജി ഈ നിയമത്തിനെതിരായി സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനോട് ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ഇക്കാലം വരെയും കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടില്ല. അതിന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അച്യുതൻ, ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നിർണായകമായ ഇടപെടലാണ് ഈ ഹർജികൾ പരിഗണിക്കുന്ന, ആരാധനാലയ നിയമവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ വന്നിരിക്കുന്നത്. പലയിടത്തും തർക്കങ്ങൾ വരുന്ന ഘട്ടത്തിൽ ഇതൊരു സുപ്രധാനവും നിർണായകവുമായ ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്.